തിയേറ്ററുകളിൽ മികച്ച പ്രതികരണം നേടിക്കൊണ്ട് മുന്നേറുന്ന സംഭവം സിനിമയുടെ സിനിമോട്ടോഗ്രാഫറാണ് നവീൻ നജോസ് ആണ്. വെൽക്കം. ഹലോ. നമുക്കൊരു ഫസ്റ്റ് പടം കിട്ടുന്നില്ല എന്നുള്ളൊരു ഇതുള്ളതുകൊണ്ടാണ് നമുക്ക് ഏതൊരു പടം ചെയ്യുമ്പോഴും അയ്യോ സിനിമ ചെയ്യാത്തവരാണ് ഇനി സിനിമയ്ക്ക് ഒരു അവസരം കിട്ടില്ല എന്നുള്ളൊരു പരിപാടി. എന്നേക്കാൾ ഡെഫിനറ്റ്ലി ഇച്ചിരി ബുദ്ധിമുട്ടിയിട്ടുള്ളത് നമ്മുടെ ക്യാമറ ടീമിലുള്ള അസോസിയേറ്റ്സും അസിസ്റ്റൻസും അന്നത്തെ ദിവസത്തെ സീൻസ് അന്ന് തീർത്തേ പറ്റൂ എന്നുള്ള ലിമിറ്റേഷനിലുള്ളപ്പം ചില സീനിലൊക്കെ മഴയുള്ളപ്പോൾ ഇച്ചിരി വെയിലും അങ്ങനത്തെ ഉള്ള കോംപ്ലിക്കേഷൻ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ആ ഒരു ബഡ്ജറ്റ് കൺസ്ട്രെയിനിൽ നിൽക്കുമ്പം അത് ലിമിറ്റേഷനായിട്ട് കൺസ്ട്രെയിൻ ചെയ്തുകൊണ്ട് തന്നെ മുന്നോട്ട് പോകേണ്ട സാഹചര്യമായിരുന്നു. അപ്പം ഞാൻ വിശ്വസിക്കുന്നത് ദെർസ് ദിസ് ലൈൻ, സിനിമ ചെയ്തവർ സിനിമ ചെയ്യാത്തവർ. അപ്പോൾ സിനിമ ചെയ്തവർ തന്നെയാണ് പിന്നെയും ഒരു സർക്കിളിൽ ഇപ്പം ഈവൻ ഇഫ് യുവർ ഫസ്റ്റ് ഫിലിം ഇസ് എ ഫ്ലോപ്പ്, ഇഫ് യു ഹവ് ഡൺ എ ഫിലിം ദർ ആർ മോർ ചാൻസസ് ടു ഗെറ്റ് എ സെക്കൻഡ് ഫിലിം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ആസ് എ ഡയറക്ടർ. ആസ് എ സിനിമോട്ടോഗ്രാഫർ താങ്കളുടെ ഒരു ഫേവറേറ്റ് സിനിമോട്ടോഗ്രാഫർ ആരായിരിക്കും? ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ആക്ച്വലി മൂവീസ് ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നതാണ്. അപ്പോൾ പക്ഷേ എനിക്ക് ആക്ച്വലി കുറേ സിനിമാറ്റോഗ്രാഫേഴ്സിൻ്റെ പേരും സത്യം പറഞ്ഞാൽ അറിയത്തില്ല. അവരൊക്കെ നേരിട്ട് കണ്ടാൽ ഓ ഇവരാണല്ലേ അവരെന്നുള്ള കൺഫ്യൂഷൻസ് ഉണ്ട്. ഉൾക്കാട് നിൽക്കുമ്പം എവിടെയെങ്കിലും മരം വീഴുന്ന ശബ്ദം കേൾക്കുമ്പോൾ തന്നെ നമ്മൾ പാക്കപ്പ് വിളിച്ച് പുറത്തോട്ട് പോകും. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് തിയേറ്ററുകളിൽ മികച്ച പ്രതികരണം നേടിക്കൊണ്ട് മുന്നേറുന്ന സംഭവം സിനിമയുടെ സിനിമോട്ടോഗ്രാഫറാണ് നവീൻ നജോസ് ആണ്. വെൽക്കം. ഹലോ. ഇപ്പം സംഭവം സിനിമ ഭയങ്കര പ്രതികരണം നേടിയിട്ടാണ് തിയേറ്ററുകളിൽ ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ജയസൂര്യ പോലുള്ള ഒരു നടൻ അയാളൊരു മികച്ച പ്രൊജക്റ്റിലേക്ക് താങ്കളെ ക്ഷണിച്ചിരിക്കുകയാണ്. അപ്പോൾ ഒരു പുതുമുഖ സിനിമോട്ടോഗ്രാഫർക്ക് കിട്ടാവുന്ന ഒരു നല്ല അവസരമായിട്ട് അതിനെ നോക്കി കാണുന്നുണ്ടോ? ഉറപ്പായിട്ടും. കാരണം നമ്മളൊക്കെ 2020 തൊട്ട് ഇൻഡിപെൻഡൻ്റ് ആവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അപ്പം 26 നമുക്ക് ഒരു ഫസ്റ്റ് ഫീച്ചർ ഫിലിം ആസ് എ കമേഴ്ഷ്യൽ മൂവി കിട്ടുന്നത്. അപ്പോൾ ഇത്രയും നാളത്തുള്ള പ്രോബ്ലം ഇതായിരുന്നു, നമുക്കൊരു ഫസ്റ്റ് പടം കിട്ടുന്നില്ല എന്നുള്ളൊരു ഇതുള്ളതുകൊണ്ടാണ് നമുക്ക് ഏതൊരു പടം ചെയ്യുമ്പോഴും അയ്യോ സിനിമ ചെയ്യാത്തവരാണ് ഇനി സിനിമയ്ക്ക് ഒരു അവസരം കിട്ടില്ല എന്നുള്ളൊരു പരിപാടി. അപ്പോൾ ഈ ഒരു ചെറിയ പടം കണ്ടിട്ട് തന്നെ നമ്മളെ ട്രസ്റ്റ് ചെയ്ത് ഒരു വലിയ പ്രൊജക്റ്റിലോട്ട് വിളിക്കുമ്പോൾ നമുക്കത് ഭയങ്കര ഹാപ്പിനെസ് ആണ്. കാരണം ഇതൊക്കെ സ്വപ്നം കണ്ട ഒരു മൊമെൻ്റ് ആണ്. ഈ പടം കഴിഞ്ഞ് അടുത്തതെന്ന് ചോദിക്കുമ്പോൾ നമുക്ക് അടുത്തൊരു പടം ഇല്ല. അപ്പോഴും ആരെങ്കിലും നമ്മുടെ വർക്ക് ശ്രദ്ധിച്ചിട്ട് വിളിക്കും എന്നുള്ളൊരു ആഗ്രഹത്തിലാണ് നിൽക്കുന്നത്. സോ അങ്ങനെ ഞങ്ങൾ ടീമായിട്ട് ഇരിക്കുമ്പോഴാണ് ജേട്ടൻ കോൾ ചെയ്യുന്നതും ഇതെല്ലാം സംഭവിക്കുന്നതും. രതീഷ് സർ, നമ്മുടെ ഡയറക്ടർ രതീഷ് വേഗ എന്ന് പറഞ്ഞ ഡയറക്ടറാണ്. അപ്പം ഓൾറെഡി മ്യൂസിക് ഡയറക്ടറാണ്, കുറേ പടങ്ങളിലെ തൃശ്ശൂർ പൂരത്തിൻ്റെ ഒക്കെ റൈറ്ററുമാണ്. അപ്പോൾ രതീഷ് ചേട്ടൻ ഓൾറെഡി മൂവി കണ്ടു. അപ്പം അങ്ങനെ അവർക്കും വർക്കായി. ഓക്കെ ഫൈൻ, ഫാസ്റ്റായിട്ടായിരുന്നു പരിപാടികൾ സെറ്റ് ആവുന്നത്. സോ നമ്മളിട്ട് എഫേർട്സ് എല്ലാം റിസൾട്ട് ഇമ്മീഡിയറ്റ്ലി കാണുന്നതുകൊണ്ട് ഭയങ്കര ഹാപ്പിനെസ് ആണ്. എങ്ങനെയാണ് വരാനിരിക്കുന്ന പ്രൊജക്റ്റിനെ പറ്റി വല്ലതും ഷെയർ ചെയ്യാൻ സാധിക്കുമോ? അതിൻ്റെയൊക്കെ ഇപ്പോൾ വളരെ മിനിമൽ ഫസ്റ്റ് ലുക്ക് അല്ലല്ലോ, ജസ്റ്റ് അനൗൺസ്മെൻറ്റ് മാത്രമേ നടത്തിയിട്ടുള്ളൂ. ഓപ്പറേഷൻ ത്രാൾ എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ ഡെഫിനറ്റ്ലി ആ മൂവി അതിൻ്റെ ഒരു പോസ്റ്റർ കാണുമ്പോൾ ഫീൽ തന്നെയാണ് നമുക്ക്. ഇച്ചിരി ഷൂട്ട് ഔട്ട്സും പരിപാടികളും മിലിറ്ററി ബേസ്ഡ് മൂവിയാണ്. അപ്പം അതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ നടക്കുന്നൊരു എൻ്റെ സ്റ്റോറിയാണ്. അപ്പം ആസ് എ സിനിമാറ്റോഗ്രാഫർ ഡെഫിനറ്റ്ലി ഒരു സ്വപ്നം കാണുന്ന മൂവിയാണ്. അത്രയും സ്കെയിലിൽ നമുക്ക് കുറേ കാര്യങ്ങൾ പ്ലേ ചെയ്യാനുണ്ട് എന്നുള്ളൊരു ഫ്രീഡത്തിലാണ് ഇപ്പം നിൽക്കുന്നത്. സംഭവം മൂവി ഞാൻ തിയേറ്ററിൽ പോയി കണ്ടൊരു മൂവിയാണ്. അപ്പോൾ ഫോറസ്റ്റ് ബേസ് ആണ് ഇതിൻ്റെ ഒരു മെയിൻ. അപ്പോൾ അതൊരു ചലഞ്ചിങ് ആയിരുന്നോ? ഷൂട്ടിന് എങ്ങനെയായിരുന്നു? മെയിൻലി പറഞ്ഞാൽ നമുക്ക് കാട് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഗ്രീനറീസ് ആണുള്ളത്. നമുക്കറിയാം ഈ ഉൾക്കാട്ടിലോട്ട് പോകും തോറും ഇലകളുടെ ഡിഫറൻസ് കാര്യങ്ങൾ. അപ്പം നമുക്ക് എപ്പോഴും നിർബന്ധം ഉണ്ടാകും നമ്മളിത് ഭയങ്കര റോഡ് സൈഡിലുള്ള ഒരു സ്ഥലത്ത് നമ്മൾ ചീറ്റ് ചെയ്തെടുക്കരുത്. അപ്പം ഷൂട്ട് എപ്പോഴും നമ്മൾ ധോണി ഫോറസ്റ്റിലായിരുന്നു ഷൂട്ട് ചെയ്തത്. അപ്പം ഇച്ചിരി ഉള്ളിലോട്ട് തന്നെ പോകണം. അപ്പം എന്നേക്കാൾ ഡെഫിനറ്റ്ലി ഇച്ചിരി ബുദ്ധിമുട്ടിയിട്ടുള്ളത് നമ്മുടെ ക്യാമറ ടീമിലുള്ള അസോസിയേറ്റ്സും അസിസ്റ്റൻസും അതുപോലെ തന്നെ ലൈറ്റ് യൂണിറ്റ്. അപ്പോൾ എല്ലാ ദിവസവും രാവിലെ ഇത്രയും സാധനങ്ങൾ എടുത്തുകൊണ്ട് ഡയറക്ടർ മോണ്ടറും ചെയറും പ്രൊഡക്ഷനിലെ ആൾക്കാരെല്ലാം ഉള്ളിലോട്ട് പോകണം. പിന്നെ ചില സ്ഥലങ്ങൾ നമുക്ക് ജനറേറ്ററിൻ്റെ ഇത് ഉൾപ്പെടെ എത്തിക്കേണ്ട അവസ്ഥയാണ്. അപ്പം അങ്ങനത്തെ ഒരു ഫിസിക്കൽ കൺസ്ട്രെയിൻ ആയിരുന്നു മെയിനായിട്ടുള്ളൊരു ഡിഫിക്കൽട്ടി. അതല്ലാണ്ട് നമ്മൾ ബാക്കിയെല്ലാം എൻജോയ് ചെയ്തെന്ന് അങ്ങനെ കുഴപ്പമൊന്നുമില്ല. പിന്നെ വെതർ കണ്ടീഷൻസ് ഭയങ്കര എക്സ്ട്രീം ആയിരുന്നു ആ കാട്ടിൽ. ചില ദിവസം ഭയങ്കരമായിട്ട് മഴ പെയ്യും, ചില ദിവസം ഭയങ്കരമായിട്ട് വെയിലായിരിക്കും. അപ്പം നമ്മൾ മഴയത്ത് ഷൂട്ട് ചെയ്ത കണ്ടന്റ് എടുക്കുമ്പോൾ വെയിൽ വരുമായിരിക്കും. സോ അങ്ങനെ നമ്മളെ സംബന്ധിച്ച് ഒരു നോർമൽ സിനിമയിൽ സാധാരണ നമ്മൾ ആ ലൈറ്റിംഗ് കണ്ടന്റിക്ക് വെയിറ്റ് ചെയ്തിട്ടാണ് ചെയ്യാറുള്ളത്. പക്ഷേ ഇതിൽ നമുക്ക് അന്നത്തെ ദിവസത്തെ സീൻസ് അന്ന് തീർത്തേ പറ്റൂ എന്നുള്ള ലിമിറ്റേഷനിലുള്ളപ്പം ചില സീനിലൊക്കെ മഴയുള്ളപ്പോൾ ഇച്ചിരി വെയിലും അങ്ങനത്തെ ഉള്ള കോംപ്ലിക്കേഷൻസ് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ
നമ്മുടെ ആ ഒരു ബഡ്ജറ്റ് കൺസ്ട്രെയിനിൽ നിൽക്കുമ്പം അത് ലിമിറ്റേഷനായിട്ട് കൺസ്ട്രെയിൻ ചെയ്തുകൊണ്ട് തന്നെ മുന്നോട്ട് പോകേണ്ട സാഹചര്യമായിരുന്നു. ബട്ട് അതർ ദാൻ ദാറ്റ് ബാക്കിയെല്ലാം ആർട്ടിസ്റ്റാണ്. ഇങ്ങനത്തെ ഷൂട്ടിന് ഏറ്റവും കൂടുതൽ കോപ്പറേഷൻ വേണ്ടത് ആർട്ടിസ്റ്റിനെ സൈഡിൽ. ഇപ്പം അസ്കർക്ക, വിനീതട്ടൻ, അസീംക, പിന്നെ നമ്മുടെ പ്രൊഡ്യൂസറാണ് ഇതിൽ സ്റ്റീഫൻ ജോർജ് എന്ന റോൾ ചെയ്തത്. ഇവരെല്ലാം അത്രയും കോപ്പറേറ്റ് ചെയ്യാതുകൊണ്ട് എല്ലാവരും ഷൂട്ടില്ലാത്തപ്പോൾ അവിടെ തന്നെ വെറുതെ ഇരിക്കുക. കാരണം കാരവനിലോട്ട് പോയിട്ട് വരാനുള്ള ഒരു ഗ്യാപ്പൊന്നും ഇല്ല. അപ്പം എല്ലാവരുടെ ഒരു കോർഡിനേഷനിലാണ് ഈ ഒരു സക്സസ് ഞങ്ങൾ എൻജോയ് ചെയ്യുന്നത്. എങ്ങനെയാണ് ഈ മൂവിക്ക് എത്തിപ്പെടുന്നത്? ഈ സംഭവം സിനിമയിലോട്ട് ആക്ച്വലി എത്തുന്നത് ഇതിലെ അസോസിയേറ്റ്സ് ആയിട്ട് വർക്ക് ചെയ്ത മെൽവിനും അശ്വത് എന്നൊക്കെ പറഞ്ഞവരൊക്കെ ഞാൻ ഇതിന് മുന്നം ഒരു വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അഡ്വർടൈസ്മെൻറ്റ്. അപ്പം അങ്ങനെ എൻ്റെ ഒരു റെഫറൻസിലാണ് ഇതിൽ അവരെൻ്റെ ഒരു വർക്ക് പോർട്ട്ഫോളിയോ ഷെയർ ചെയ്യുന്നത്. അപ്പം ഇവരും ഒരു ഫസ്റ്റ് മൂവിയാണ്, വളരെ മിനിമൽ ബഡ്ജറ്റിലായതുകൊണ്ട് തന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ ഇങ്ങനത്തെ ഒരു സബ്ജക്റ്റ് കേട്ടപ്പോൾ തന്നെ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. കാരണം ഇതുവരെ സംഭവം നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ല. അപ്പം ഇങ്ങനത്തെ ഒരു സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ തന്നെ ആ സ്ക്രിപ്റ്റിൽ കുറേ ലെയേഴ്സിൽ നമ്മൾ ഹുക്ക് ആവുന്നുണ്ട്. ഓക്കെ, ഇതൊക്കെ വിഷ്വലി കാണുമ്പോൾ ഭയങ്കര രസമുള്ള പരിപാടിയാണ്. പിന്നെ എനിക്ക് പേഴ്സണലി ഇങ്ങനത്തെ ഇച്ചിരി കാർഡ് അഡ്വഞ്ചർ സാധനങ്ങൾ ഇഷ്ടമുള്ളതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഒരു മൂവി അങ്ങനത്തെ ഒരു വൈബ് കിട്ടുമ്പോൾ തന്നെ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. സോ അങ്ങനെയൊന്നും ആലോചിക്കേണ്ട വന്നില്ല, പെട്ടെന്ന് തന്നെ. പിന്നെ ഒരു ഫസ്റ്റ് മൂവി കിട്ടുക എന്നുള്ളതാണ് എൻ്റെ പ്രയോറിറ്റി. അപ്പം അത് ഇങ്ങനത്തെ ഒരു മൂവി കിട്ടിയപ്പോൾ തന്നെ ഒരു നോട്ടീസബിൾ വർക്ക് ആവും എന്നുള്ളൊരു അഷ്യൂരിറ്റിയിലാണ് കയറിയത്. അതങ്ങനെ തന്നെ സംഭവിച്ചു. ഈ സിനിമ ബഡ്ജറ്റ് കുറവിൽ ഷൂട്ട് ചെയ്ത ഒരു മൂവിയാണോ സംഭവം എന്ന് പറയുന്നത്? ബഡ്ജറ്റ് കുറവെന്ന് പറയുമ്പം ഈ പറഞ്ഞ കമ്പയർ ടു എ നോർമൽ മലയാളം ഫിലിം ഡെഫിനറ്റ്ലി ഭയങ്കര ബഡ്ജറ്റ് കുറവിലാണ് നമ്മൾ ഷൂട്ട് ചെയ്തേക്കുന്നത്. നമ്പേഴ്സൊക്കെ ഡെഫിനറ്റ്ലി പ്രൊഡക്ഷൻ സൈഡിൽ നിന്നാണ് അവർ ഡിസൈഡ് ചെയ്യുന്നത്. പക്ഷേ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഇതിന് ഈ ഒരു പ്രൊജക്റ്റിന് കാണുന്ന ഒരു ഡിസൈൻ ഉണ്ടല്ലോ. കാരണം ഇതിൽ നമ്മൾ എല്ലാവർക്കും അറിയാം, ഓരോ ആർട്ടിസ്റ്റ് വാല്യൂ അനുസരിച്ച് ഇതിൽ എത്രത്തോളം തിരിച്ചു വരും എന്നുള്ളൊരു റിക്കവറി അല്ലെങ്കിൽ ROI കാണുന്ന പോലെ തന്നെ ഓരോ പ്രൊജക്റ്റിന് അവർ ഡിസൈൻ ചെയ്ത ഒരു എസ്റ്റിമേറ്റ് ഉണ്ട്. അപ്പം നമുക്കിതിലൊരു ടെക്നിക്കലി നോക്കുമ്പോൾ തന്നെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചോദിക്കാൻ പറ്റത്തില്ല എന്നുള്ള സാഹചര്യമാണ് നമ്മളും അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ടാണ് സിനിമ ചെയ്യുന്നത്. കാരണം നോർമൽ സിനിമകളൊരു എല്ലാ ദിവസവും നമുക്ക് ഗിംബൽ വേണം, ഒരു 10 ദിവസം ക്രെയിന് ജിബ് വേണം, അങ്ങനെ നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിലും ഈ പടത്തിന് ഡെഫിനറ്റ്ലി ഇതിൻ്റെ മൊത്തം ഓവറോൾ കോസ്റ്റിംഗ് നോക്കുമ്പോൾ അത് അഫോർഡബിൾ അല്ല. അപ്പം അങ്ങനത്തെ വളരെ കൺസ്ട്രെയിൻ വർക്ക് ചെയ്യുമ്പോൾ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ അത്രത്തോളം പ്രിസൈസ് ആയിരിക്കും നമുക്ക് ഏത് ഷോട്ടിന് എന്ത് എക്വിപ്മെൻറ്റ് വേണം. അപ്പോൾ ഞാനും ഇതിൻ്റെ ഡയറക്ടർ ജിത്തും അസോസിയേറ്റ്സ് അനൂപ് മെൽവിനൊക്കെ ആയിട്ടുള്ള പ്രീ പ്രൊഡക്ഷനിലാണ് നമുക്കതിൻ്റെ സ്ട്രെങ്ത് മനസ്സിലായത്. ഓക്കെ, 8 ദിവസം നമുക്ക് ഗിംബൽ കിട്ടും, അപ്പോൾ അത്രയും ആവശ്യമുണ്ട് നമുക്ക്. കാരണം പ്രൊഡ്യൂസറാണേലും ആവശ്യമുള്ള സ്ഥലത്ത് തരുന്നുണ്ട്. അപ്പോൾ പക്ഷേ നമുക്കത് ലാവിഷായിട്ട് യൂസ് ചെയ്യാനുള്ള ഒരു ഫ്രീഡം ഇല്ല എന്നുള്ളൂ. അപ്പോൾ നമ്മൾ ചാർട്ടിങ്ങിൽ തന്നെ എത്ര ദിവസം നമുക്ക് ക്രെയിൻ കിട്ടും, അപ്പോൾ 2 ദിവസം ഉണ്ടെങ്കിൽ ആ ക്രെയിൻ എടുക്കേണ്ട ഷോട്ട്സിൽ എല്ലാ സീൻസിലും നമ്മൾ മാർക്ക് ചെയ്യും. ഓക്കെ, ഈ 3-4 ഷോട്ട് നമുക്ക് ക്രെയിനിൽ എടുക്കണം. അപ്പോൾ അന്ന് ക്രെയിൻ വരുന്ന ദിവസം ഫുൾ ക്രെയിനിൻ്റെ ഷോട്ട്സ് മാത്രമാണ് എടുക്കുന്നത്. അപ്പോൾ ആർട്ടിസ്റ്റുകൾ അതനുസരിച്ച് ആ 3-ാമത്തെ സീൻ്റെ 2 കഷ്ണം അല്ലെങ്കിൽ 5-ാമത്തെ സീൻ്റെ 2 ഷോട്ട്, അങ്ങനെ എല്ലാമാണ് നമ്മൾ കൺസ്ട്രെയിനിൽ എടുക്കുമ്പോൾ ഉള്ള അഡ്വാൻറ്റേജ്. നമ്മൾ വളരെ കെയർഫുള്ളായിട്ട് റിസോഴ്സസിനെ മാനേജ് ചെയ്യാൻ പഠിക്കുന്നു എന്നാണ് മനസ്സിലായത്. പക്ഷേ അതിലുള്ള ഡിസഡ്വാൻറ്റേജ് പറഞ്ഞ പോലെ നമ്മൾ ഓവർ കോൺഷ്യസ് ആവേണ്ടി വരും ചിലപ്പം. ഓക്കെ, ഈ ഷോട്ടിനോട് ഇത് കിട്ടിയിരുന്നെങ്കിൽ രസമായേനെ. പക്ഷേ അറ്റ് ദി എൻഡ് ഫ്രെയിമിൽ ഇതൊന്നും അഫക്റ്റ് ചെയ്തില്ല എന്നാണ് വിശ്വസിക്കുന്നത്. അപ്പം അങ്ങനെ മിനിമൽ ബഡ്ജറ്റിൽ വർക്ക് ചെയ്തതിൻ്റെ ബ്യൂട്ടിയും ഉണ്ട് ഈ മൂവിയിൽ എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ മൂവി ഒരു ലൂപ്പായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് അപ്പൊ റിപ്പീറ്റഡ് ഷോട്ടുകൾ പോലെയാണ്. അതായത് ഒരു ഷോട്ട് പിന്നെ അടുത്ത ലൂപ്പിൽ അത് വീണ്ടും കാണിക്കുന്നു. അപ്പം എങ്ങനെയാണ് റിപ്പീറ്റഡ് ഷോട്ടുകളാണോ കൂടുതൽ സിനിമയിൽ പോയിട്ടുള്ളത്? ഇതിൽ നമുക്ക് 2 ഡിസിഷൻസ് എടുക്കായിരുന്നു. ഒന്നെങ്കിൽ നമ്മൾ ഇപ്പോൾ ഫസ്റ്റ് ലൂപ്പ് കാണിച്ചത് തന്നെ രണ്ടാമത്തെ ചെയ്യുമ്പം ആ സെയിം സാധനം നമുക്ക് പല ആംഗിളിൽ നിന്ന് വേണമെങ്കിൽ കാണിക്കാം. പക്ഷേ ഞങ്ങൾ മോസ്റ്റ്ലി പറഞ്ഞിട്ട് ആ ലൂപ്പിനകത്ത് കയറിയിട്ടുള്ള കണ്ടന്റിനെ നമ്മളത് സെയിം തന്നെ യൂസ് ചെയ്തേക്കുന്നത്. കാരണം എന്നാലും ഓഡിയൻസിന് ഈ സെയിം സാധനം നമ്മൾ കണ്ടല്ലോ എന്നൊരു ഫീൽ കിട്ടത്തുള്ളൂ. പക്ഷേ അതിന് ബിഫോർ ആൻഡ് ആഫ്റ്റർ, ഇപ്പം ലൂപ്പ് തുടങ്ങുന്നതിന് മുന്നും എൻഡിലുള്ള ആ സെറ്റിങ്ങിലാണ് ഡിഫറൻസ്. ഇപ്പം അസ്കർ വന്ന് കാണുന്ന ഒരു സ്ഥലത്ത് നമുക്ക് ഓക്കെ അസ്കറിൻ്റെ POVന്ന് ആ ഒരു എക്സ്ട്രാ ഷോട്ട് പോയിട്ട്, പക്ഷെ അതല്ലാണ്ട് ആ ആക്ടിവിറ്റി നമ്മൾ ആ ലൂപ്പിൻ്റെ അകത്തുള്ള തന്നെ യൂസ് ചെയ്യാമെന്നാണ് ഡിസൈഡ് ചെയ്തേക്കുന്നത്. എന്നാലേ ആ ഒരു റിപ്പീറ്റേഷൻ കിട്ടത്തുള്ളൂ. ഈ സെയിം സാധനം നമ്മൾ കണ്ടതാണല്ലോ എന്നുള്ളൊരു ഫീൽ കിട്ടണമെങ്കിൽ ആ എക്സാക്ട് സെയിം ഷോട്ട്സ് തന്നെ നമ്മൾ യൂസ് ചെയ്തേക്കുന്നത്. ഇതൊരു ഷോർട്ട് ഫിലിം പിന്നെ അത് മൂവിയായി മാറിയൊരു സംഭവമാണ്. അപ്പൊ ഈ സ്ക്രിപ്റ്റ് തൊട്ട് ഇതിന്റെ ഒരു ഷൂട്ട് വരെയുള്ള ഒരു വർക്ക് ഫ്ലോ എങ്ങനെയായിരുന്നു? ഈ ഷോർട്ട് ഫിലിമിൽ നിന്ന് ഉറപ്പായിട്ടും ഇതൊരു ഫീച്ചർ ഫിലിം ആകുമ്പോഴുള്ള കുറേ കൺഫ്യൂഷൻസ് എന്ന് വെച്ചാൽ നമുക്കുള്ള ഡൗട്ടാണ്. ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ആണ് ഇതിൻ്റെ ഒരു സ്പോയിലറായിട്ട് പറയുന്നില്ലെങ്കിലും ടുവേഴ്സ് ദ ഇൻ്റർവെൽ ഒരു മെയിൻ പോർഷനാണ് ഷോർട്ട് ഫിലിം ഓൾറെഡി കാണിച്ചിട്ടുള്ളത്. അപ്പം ഡയറക്ടറിനുള്ള മെയിൻ കോൺഷ്യസ് ആണ്. കാരണം അതിനേക്കാൾ ഇമ്പാക്റ്റ് കൊണ്ടുവരണം നമുക്ക് ബിഗ് സ്ക്രീനിൽ വരുമ്പോൾ. കാരണം
ഓൾറെഡി ചെയ്തൊരു സാധനമാണ്, അതിൻ്റെക്കാൾ മേലോട്ട് കൊണ്ടുവന്നാലേ ഇത് ആസ് എ ഫിലിം എല്ലാവരും അക്സെപ്റ്റ് ചെയ്തു. കാരണം ഷോർട്ട് ഫിലിം പോലും എല്ലാവരും കണ്ടിട്ടുണ്ട്, അത്യാവശ്യം 2 മില്യൺ റീച്ച് ഉണ്ടായിരുന്നു ആ സമയത്ത്. അപ്പം അതിനേക്കാൾ മേൽ ആ 2 മില്യൺ ആൾക്കാർ ഈ സിനിമ കാണുന്നുണ്ടെങ്കിൽ അവർക്ക് അതുക്കും മേലാണ്, അവർക്ക് എന്താ സംഭവിക്കുന്നതെന്ന് പോലും അറിയാം. ബട്ട് സ്റ്റിൽ അതുക്കും മേലെ കിട്ടണം എന്നുള്ളൊരു ആഗ്രഹത്തിലാണ് നമ്മൾ എല്ലാം ഡിസൈൻ ചെയ്തിട്ടുള്ളത്, എസ്പെഷ്യലി ദ ഫസ്റ്റ് ഹാഫ്. അപ്പോൾ ഇതിൽ വർക്ക് ഫ്ലോ ബേസിക്കലി ഇത്രേ ഉള്ളൂ. സ്ക്രിപ്റ്റ് തറവായിട്ട് ഡിസ്കസ് ചെയ്യും. അപ്പം ഞാനും ജിത്തുമായിട്ടുള്ള തന്നെ വർക്ക് ചെയ്തുള്ള കംഫർട്ടബിൾ എനിക്ക് ഫീൽ ചെയ്ത് നമ്മൾ മാക്സിമം പ്രീ പ്രൊഡക്ഷനിൽ തന്നെ എന്ത് വേണം എന്നുള്ളത് ഒരു ഡിസൈൻ റെഡിയാക്കിയിട്ടുണ്ടാവുന്നു. അപ്പം ഓരോ ഞങ്ങളുടെ ഒരു ഓഫ്ലൈൻ സ്ക്രിപ്റ്റിൽ തന്നെ നമ്മൾ മാർക്ക് ചെയ്യും, ഓക്കെ ഇത് വൈഡിൽ മതി, ഇത് മിഡ് ഷോട്ട് മതി. ഓരോ ഡയലോഗിനെ നമ്മൾ പക്ക ഷോർട്ട് ഡിവിഷൻ ചെയ്തിട്ടുണ്ടാകും. അപ്പം ചീഫും അസോസിയേറ്റ്സും പിന്നെ ഷൂട്ടിൻ്റെ സമയത്ത് നമ്മൾ അതനുസരിച്ച് മാത്രം എടുക്കേണ്ട വന്നിട്ടുള്ളൂ. 1-2 എക്സ്ട്രാ ഷോട്ട്സ് എടുക്കുന്നല്ലാണ്ട് ഒരുപാട് അവിടെ ചെന്നിട്ട് അടുത്ത ഷോട്ട് ചെയ്ത് വെക്കണം എന്നുള്ള കൺഫ്യൂഷൻസ് ഉണ്ടായിട്ടില്ല. കാരണം നമ്മൾ കാട്ടി ഷൂട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മളൊരു 7 അകത്ത് കയറും, മാക്സിമം ഒരു 4:35 വരെയൊക്കെ ഡേ ലൈറ്റ് കിട്ടത്തുള്ളൂ, അപ്പോഴേക്ക് ഇരുട്ടാവും. അപ്പോൾ ആ മിനിമൽ ടൈമിൽ നമ്മൾ ഉദ്ദേശിച്ച സീൻസ് എടുക്കണമെങ്കിൽ നമുക്ക് എല്ലാത്തിൻ്റെയും എല്ലാ ഓപ്ഷൻസിൽ ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ സിംഗിൾ ക്യാമറയിലാണ് ഷൂട്ടിങ് ചെയ്യുന്നത്. അപ്പം വളരെ മുറിച്ച് പ്ലാൻ ചെയ്താൽ മാത്രം നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും. അപ്പം അതായിരുന്നു മെയിൻ ഉള്ളൊരു വർക്ക് ഫ്ലോയിൽ ചെയ്തിട്ടുള്ളൊരു പ്രാക്ടീസ്. പിന്നെ ബാക്കിയെല്ലാം ഷൂട്ടിനനുസരിച്ച് നമുക്ക് എല്ലാ ദിവസം 6 o'clock തിരിച്ചെത്തുമ്പോൾ എല്ലാ ദിവസവും ഒരു ടീം മീറ്റിംഗ് വെച്ചിട്ടാണ് അടുത്ത ദിവസത്തേക്കുള്ള പ്ലാനിങ്, മെയിൻ സീൻസൊക്കെ ഒരു റിഹേഴ്സൽ, ഒരു നമ്മൾ അസോസിയേറ്റ്സ് വെച്ചിട്ട് തന്നെ ഒരു കമ്പോസിഷൻ വെച്ചിട്ട് എല്ലാം പ്ലാൻ ചെയ്ത്. അപ്പോൾ എല്ലാം ഒരു ഓർഗനൈസ്ഡ് ഷോർട്ട് ഡിവിഷനിലാണ് മൊത്തം പടം ചെയ്തത്. അപ്പോൾ അതിനുള്ളൊരു എനിക്ക് തോന്നിയൊരു അഡ്വാൻറ്റേജ്, ബീങ് എ ഡയറക്ടർ, ഒരു ഡയറക്ടറിന് സെറ്റ് ചെല്ലുമ്പം ടെക്നിക്കലി ബോധേഡ് ആവേണ്ട ആവശ്യമില്ല. ആസ് എ സിനിമാറ്റോഗ്രാഫർ നമ്മൾ ആ ഡയറക്ടറിനെ അത്രയും കെയർ ഫ്രീ ആക്കുവാണ്. ഓക്കെ ടെക്നിക്കൽ സൈഡ് ഒന്നും അറിയണ്ട, ഏത് ഷോട്ടാണെന്ന് രണ്ടുപേർക്കും അറിയാം, അതേത് എടുക്കേണ്ടതെന്ന് മാത്രം തീരുമാനിച്ചാൽ മതി. അപ്പം ആർട്ടിസ്റ്റിനോട് മാത്രം ഡയറക്ടർ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് ആർട്ടിസ്റ്റിൻ്റെ പെർഫോമൻസിൽ മാത്രം കോൺഷ്യസ് ആയാൽ മതി. ബാക്കി ടെക്നിക്കലി സാധനങ്ങൾ പാരലലി റൺ ചെയ്യും. അപ്പം നമുക്കുള്ളൊരു അഡ്വാൻറ്റേജ്, ഒരു ഷൂട്ട് കഴിയുമ്പോഴത്തേക്കും അടുത്ത സീൻ ഏതാണെന്ന് നമുക്കറിയാം, അതിനുവേണ്ടി എക്വിപ്മെൻറ്റ്സ് ഏതാ അവിടെ എത്തേണ്ടതെന്ന് അറിയാം. സോ അതെല്ലാം പാരലലി ഡിസൈൻ ചെയ്യാനുള്ളൊരു ഫ്രീഡം നമുക്ക് കിട്ടും ഇങ്ങനെ പ്ലാൻ ചെയ്ത് ഷൂട്ട് ചെയ്യുമ്പോൾ. മൊത്തത്തിൽ ഈ മൂവി ഒരു ഹൊറർ ഡാർക്ക് മോഡിലാണ് കൂടുതലും. അപ്പം ഷൂട്ടിംഗ് ലൊക്കേഷനിലുള്ള അങ്ങനത്തെ വല്ല രസകരമായ അനുഭവങ്ങളോ അങ്ങനെ വല്ലതും? രസകരമായ അനുഭവം ആക്ച്വലി നമ്മൾ സിനിമ കാണുമ്പോൾ തോന്നുന്ന കുറേ കാര്യങ്ങളുണ്ട്. കാരണം നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ അവിടെ ഇടയ്ക്ക് കാറ്റും മഴയൊക്കെ ഉണ്ട്, ഇടയ്ക്ക് ശാന്തമായ അവസ്ഥയാണ്, ഇടയ്ക്ക് ഭയങ്കര മഴ പെയ്തിട്ട് മരമൊക്കെ മറിഞ്ഞു വീണ സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഉൾക്കാട് നിൽക്കുമ്പം എവിടെയെങ്കിലും മരം വീഴുന്ന ശബ്ദം കേൾക്കുമ്പോൾ തന്നെ നമ്മൾ പാക്കപ്പ് വിളിച്ച് പുറത്തോട്ട് പോകും. കാരണം നമുക്ക് എവിടെ ഓടാൻ സ്ഥലമില്ല, ഏത് മരം വീഴുന്നതെന്ന് പറയാനും പറ്റത്തില്ല. ഞങ്ങളൊക്കെ അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് ചില ഷൂട്ട് നടന്നത്. പക്ഷേ ഞാൻ നമ്മൾ ഫൈനൽ മിക്സ്, വിഷ്ണു ചേട്ടൻ ഫൈനൽ മിക്സ് ചെയ്ത് ഔട്ട് കാണുമ്പോഴാണ് ശ്രദ്ധിക്കുന്നത്, കുറേ അതായത് പടത്തിന് മോസ്റ്റ് ക്രിട്ടിക്കൽ സിറ്റുവേഷനിലാണ് ഈ കാറ്റ് ആക്ച്വലി ഭയങ്കരമായിട്ട് വീശിയിട്ടുള്ളത്. കാരണം നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ നോൺ ലീനിയർ ആയിട്ടാണ് ഷൂട്ട് ചെയ്യുന്നത്. ചില ദിവസം കാറ്റുണ്ട്, ചില ദിവസം കാറ്റിൽ, അത്ര നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ളൂ. പക്ഷേ ആസ് എ മൂവി മൊത്തം കാണുമ്പം ഇവർ അതിൽ നിന്ന് എസ്കേപ്പ് ആവുന്ന സമയത്ത് അല്ലെങ്കിൽ പടത്തിൻ്റെ പീക്ക് മൊമെൻറ്റ്സിൽ ആ കാറ്റിൻ്റെ ശബ്ദം കൂടെ വിഷ്വൽ വരുമ്പോൾ ഓ ശരിയാണ്, ഇതിനൊക്കെ ഇത്ര ഇമ്പാക്റ്റ് ഉണ്ടല്ലേ എന്ന് ഒരു യൂണിവേഴ്സിൻ്റെ ഒരു ബ്ലെസ്സിങ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പം അങ്ങനെ നേച്ചറും ഇതിന് കുറേ ഫേവറബിൾ ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പം നമ്മുടെ ഫേവറേറ്റ് ഡയറക്ടേഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ ലിജോ ജോസ് പല്ലിശ്ശേരിയും വെട്രിമാരനൊക്കെയാണ്. അപ്പൊ അവരുടെ ഫേവറേറ്റ് എന്ന് പറയുമ്പോൾ ഇന്നറിറ്റോ അവരൊക്കെയാണ്. അപ്പൊ ഒരു ആസ് എ സിനിമാറ്റോഗ്രാഫർ താങ്കളുടെ ഒരു ഫേവറേറ്റ് സിനിമാറ്റോഗ്രാഫർ ആരായിരിക്കും? ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ആക്ച്വലി മൂവീസ് ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നതാണ്. അപ്പോൾ പക്ഷേ എനിക്ക് ആക്ച്വലി കുറേ സിനിമാറ്റോഗ്രാഫേഴ്സിൻ്റെ പേരും സത്യം പറഞ്ഞാൽ അറിയത്തില്ല. അവരൊക്കെ നേരിട്ട് കണ്ടാൽ ഓ ഇവരാണല്ലേ അവരെന്നുള്ള കൺഫ്യൂഷൻസ് ഉണ്ട്. അപ്പം മോർ ദാൻ ആസ് ആൻ ഇൻഡിവിജ്വൽ ഞാൻ എൻജോയ് ചെയ്യുന്നതൊക്കെ ആ വർക്ക് കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ടും ഓക്കെ ആരാണ് ആ സിനിമാറ്റോഗ്രാഫർ എന്ന് പോയി നോക്കും. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഉറപ്പായിട്ടും ഇമാനുവൽ ലുബസ്കി, അങ്ങനത്തെ റെവനൻറ്റ്, അങ്ങനത്തെ മൂവീസൊക്കെയാണ് ഈ ഒരു മൂവിയായിട്ട് എൻ്റെ മനസ്സിലുള്ളൊരു റെഫറൻസിൽ ഇഷ്ടപ്പെടുന്നത്. അതല്ലാണ്ട് ഞാൻ പേഴ്സണലി ഇപ്പം അങ്ങനെ ഓക്കെ ആസ് എ സിനിമാറ്റോഗ്രാഫർ ഓക്കെ ഇതുപോലത്തെ വർക്ക്സ് ചെയ്യണം അങ്ങനത്തെ ഒരു ഫോളോ അപ്പ് എനിക്ക് ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ പെർട്ടിക്കുലർലി പേര് പറയാൻ കൺഫ്യൂസ്ഡ് ആണ്. കാരണം എനിക്ക് മാക്സിമം എൻ്റെ വർക്ക് ചെയ്യുമ്പം മാക്സിമം ഡിഫറെൻറ്റ് ജോണേഴ്സ് ചെയ്യാനാണ് ഞാൻ ശ്രമിക്കുന്നത്. കാരണം ഇപ്പോൾ ഇതൊരു കാർഡ് ബേസ്ഡ് സാധനം, അപ്പോൾ ഇതിലോട്ട് നമ്മൾ ചെയ്യുമ്പം ഈ ഒരു തോട്ട് പ്രോസസ്സിലുള്ള എല്ലാം ഇൻപുട്സും ഇട്ട് കഴിഞ്ഞു. അപ്പോൾ ഇനി അടുത്തൊരു കാർഡ് ഇമ്മീഡിയറ്റ്ലി വന്നാൽ അയ്യോ അതിനെന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ കൺഫ്യൂസ്ഡ് ആണ്. അപ്പോൾ മാക്സിമം ഡിഫറെൻറ്റ് ജോണേഴ്സ് കാണും തന്നെ ഒരു പെർട്ടിക്കുലർ ജോണറിലോ അങ്ങനത്തെ ഒരു പെർട്ടിക്കുലർ സ്റ്റൈൽ ഓഫ് ഫിൽം മേക്കേഴ്സിനെ അങ്ങനെ ഞാൻ ഒത്തിരി ഫോളോ അപ്പ് ചെയ്യാറില്ല സത്യം പറഞ്ഞാൽ.
ഇപ്പം ഓസ്കാർ അവാർഡ്സ് ഒക്കെ പ്രഖ്യാപിച്ചല്ലോ, അതിലിപ്പോ ഫസ്റ്റ് ലേഡി അതെ 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 സിനിമാറ്റോഗ്രാഫർക്കാണ്. സിന്നേഴ്സിന്റെ അതെ, DOP ആണ്. അപ്പം ഈ ഫീൽഡിൽ എങ്ങനെയാ ലേഡീസ് സിനിമാറ്റോഗ്രാഫേഴ്സ് ആയിട്ട് അധികം വരാത്തതാണോ, എന്ത് ഇതിന്റെ ചലഞ്ചിങ് സിറ്റുവേഷൻ ആണോ, എങ്ങനെയാണ്? ലേഡീസ് എന്നല്ല, എനിക്കൊന്ന് ആർക്കും തന്നെ ഇപ്പൊ വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഓ. ബുദ്ധിമുട്ട് അത്രയും കോമ്പറ്റീഷൻ ഉള്ളതിന്റെ പ്രശ്നം തന്നെ, അത്രയും ഇൻപുട്ട് നടക്കുന്നുണ്ട്. അപ്പം ഇൻഫ്ലോ കൂടുന്നതുകൊണ്ട് തന്നെ എല്ലാവരും കൺഫ്യൂസ്ഡ് ആണ്. ഓക്കെ, ഇനി ഉള്ളവരെ കൊണ്ടുവരണോ, ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ളവരെ തന്നെ യൂസ് ചെയ്താൽ പോരെ. അപ്പം ഞാൻ വിശ്വസിക്കുന്നത് ദർ ഇസ് ദിസ് ലൈൻ, സിനിമ ചെയ്തവർ, സിനിമ ചെയ്യാത്തവർ. അപ്പോൾ സിനിമ ചെയ്തവർ തന്നെയാണ് പിന്നെയും ഒരു സർക്കിളിൽ. ഇപ്പം ഈവൻ ഇഫ് യുവർ ഫസ്റ്റ് ഫിലിം ഇസ് എ ഫ്ലോപ്പ്, ഇഫ് യു ഹവ് ഡൺ എ ഫിലിം, ദർ ആർ മോർ ചാൻസസ് ടു ഗെറ്റ് എ സെക്കൻഡ് ഫിലിം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ആസ് എ ഡയറക്ടർ ദാൻ ന്യൂ കമ്മർ ഹു ഇസ് ട്രൈങ് ടു ഗെറ്റ് ഹിസ് ഫസ്റ്റ് മൂവി ഓൺ. അപ്പോൾ ഇങ്ങനെ, അപ്പോൾ ഈ ഒരു ലൈൻ ക്രോസ് ചെയ്ത് കിട്ടിയാൽ, ഇപ്പോൾ ഞാൻ എൻ്റെ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഒരു മൂവി ചെയ്തപ്പോഴാണ് ഓക്കെ ഫൈൻ അടുത്തൊരു മൂവിയിലോട്ടൊരു ഓപ്പർച്യൂണിറ്റി എനിക്ക് വിത്തിൻ എ വീക്ക് വരുന്നത്. അപ്പോൾ ആ ലൈൻ എങ്ങനെയെങ്കിലും ഒന്ന് ക്രോസ് ചെയ്യാൻ നോക്കുക എന്ന് മാത്രമാണ് എനിക്ക്, ബീറ്റ് ഫീമെയിൽ സിനിമാറ്റോഗ്രാഫർ ഓർ മെയിൽ സിനിമാറ്റോഗ്രാഫർ, ആ ലൈൻ നമ്മൾ എത്രയും ഡെസ്പറേറ്റ് ആയിട്ട് ക്രോസ് ചെയ്യാൻ ശ്രമിക്കുക. ഒരു സിനിമ ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് ഫിലിം എപ്പോഴും നമ്മുടെ ഡ്രീം ഫിലിമോ, നമ്മൾ വിചാരിച്ച ഒരു പ്രൊഡക്ഷൻ ഹൗസിൻ്റെ കൂടെയോ, നമ്മൾ വിചാരിച്ചൊരു ഭയങ്കരமான ആർട്ടിസ്റ്റോ ബഡ്ജറ്റോ ആയിരിക്കില്ല. പക്ഷേ നമ്മുടെ വർക്ക് അതിൽ നീറ്റായിട്ട് ചെയ്യുക, അതിൽ ഒരു റെക്കഗ്നീഷൻ എങ്ങനെയും എടുക്കാൻ ശ്രമിക്കുക എന്ന് മാത്രമാണ് എനിക്ക് തോന്നിയിട്ടുള്ളൊരു പോയിന്റ്. പിന്നെ ബേസിക്കലി ഫീമെയിൽ സിനിമാറ്റോഗ്രാഫേഴ്സിൻ്റെ ഒരു കുറവ് എനിക്ക് തോന്നുന്നത്, കൂടുതൽ ഈ പറഞ്ഞ പോലെ ഒത്തിരി ഫിസിക്കലി സ്ട്രെയിനിങ് ഉള്ള ആൾക്കാരുണ്ട്. എനിക്കറിയാവുന്ന ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് ഡെഫിനറ്റ്ലി ഇതുപോലെ DOP ആയിട്ട് തന്നെ കയറണമെന്ന് ആഗ്രഹിക്കുന്ന ഫീമെയിൽ സിനിമാറ്റോഗ്രാഫേഴ്സ് ആണ്. പക്ഷേ അവിടെയൊക്കെയുള്ള പ്രശ്നം, ഒന്ന് ഓഡ് ടൈമിങ്സിലായിരിക്കും വർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ അവരുടെ ഫാമിലിയിൽ നിന്ന് ഉള്ളൊരു ഫ്രീഡത്തിൻ്റെ ഡിഫറൻസ് ഉണ്ട്. ഇനി അതല്ല, ഒരു ഇൻഡിപെൻഡൻ്റ് ശ്രമിക്കുന്നുണ്ടെങ്കിൽ തന്നെ എപ്പോഴും അത് ആക്സസബിൾ ആയിരിക്കണം എന്നില്ല. അങ്ങനത്തെ കോമൺ എക്സ്ക്യൂസസ് ഒക്കെ തന്നെ ആയിരിക്കും. പക്ഷേ അതൊക്കെ മാറി ഇങ്ങനെ ആൾക്കാർ വരുമ്പോൾ നമുക്ക് ഭയങ്കര ഹാപ്പിനെസ് ആണ്. കാരണം എപ്പോഴും ക്യാമറമാൻ എന്നുള്ളൊരു സാധനം മാറിയിട്ട് ക്യാമറ വുമനോട് വരുമ്പോൾ ഡെഫിനറ്റ്ലി ഒരു ബാലൻസ് ഉണ്ടാവുന്നതാണ് എപ്പോഴും നല്ലത്. മിക്ക ഫീൽഡ് ഇപ്പോൾ എഡിറ്റേഴ്സ് ആണെങ്കിലും കുറവാണ്. എഡിറ്റേഴ്സിനെ സംബന്ധിച്ച് ഭയങ്കര ഹെക്ടിക് ആയിട്ടുള്ള പരിപാടികളല്ല കമ്പയർഡ് ടു എ സിനിമാറ്റോഗ്രാഫർ. അവർ ഓൾമോസ്റ്റ് ഒരു സേഫ് സ്പേസിലിരുന്ന് വർക്ക് ചെയ്യുന്നതാണ്. പക്ഷെ അവിടെയും ആൾക്കാർ വരുന്ന അനുസരിച്ച് ഫിൽറ്റേർഡ് ആവുമ്പം കയറി വരുന്നുണ്ട്. അതല്ലാണ്ട് എന്താ എക്സാക്ട് റീസൺ ആയിട്ട് അറിയത്തില്ല. ഒരു ആസ് എ സിനിമാറ്റോഗ്രാഫർ ഒരു ഡ്രീം വർക്ക് ഉണ്ടോ? അതായത് ഇന്ന ആളുകളിലൊപ്പം വർക്ക് ചെയ്യണം, അങ്ങനെ ഒരു സംഭവം ഉണ്ടോ മൈൻഡിൽ? അങ്ങനെയൊന്നും ഇപ്പം മനസ്സിലില്ല. ഞാൻ പറഞ്ഞല്ലേ ഓരോ വർക്കിലും അതിൽ എക്സൈറ്റിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും കാണണം എന്ന് പറഞ്ഞൊരു പരിപാടിയാണ്. അപ്പം ദ വെരി നെക്സ്റ്റ് വർക്ക് ഇസ് മൈ ഡ്രീം വർക്ക് ഫോർ നൗ എന്നുള്ളൊരു തോട്ടിലാണ് നിൽക്കുന്നത്. അപ്പം ഈ അടുത്തൊരു മൂവി വരുമ്പോൾ ഓക്കെ അതിലോട്ടാണ് ഞാൻ കംപ്ലീറ്റ്ലി എൻ്റെ ഒരു 100% ഇറങ്ങുന്നത്. അപ്പോൾ വേറെ ഒന്നും ചിന്തിക്കാനും പറ്റില്ല, വേറെ ഒന്നും പാരലലി പരിപാടിയിലും ചെയ്യാറുമില്ല. അപ്പം ഫുൾ ടൈം ആ ഒരു വർക്കിന് മാത്രം ആ മൂഡിലെ മൂവീസ് മാക്സിമം കാണുക, അതിൻ്റെ മാക്സിമം റെഫറൻസസ് എടുക്കുക, ആ എക്വിപ്മെൻറ്റ്സിൽ നമുക്ക് എന്തൊക്കെ കൊണ്ടുവരാൻ പറ്റും ആ പെർട്ടിക്കുലർ മൂവിയിലോട്ട്. സോ അങ്ങനത്തെ തോട്ട് പ്രോസസ്സ് മാത്രമാണ് ഇപ്പം നടക്കുന്നത്. അങ്ങനെ പെർട്ടിക്കുലർലി ഒരു ഡ്രീം വർക്ക് ഇന്ന ഡയറക്ടറിനോട് വർക്ക് ചെയ്യണം എന്നുള്ളതൊന്നും ഇപ്പം ആസ് ഓഫ് ഇല്ല. അടുത്ത വർക്ക് സെറ്റായി വരട്ടെ എന്നുള്ളത് മാത്രം. എന്തായാലും ഒരു മികച്ച തുടക്കമാണ് സംഭവം സിനിമയിലൂടെ മലയാള സിനിമയിൽ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇനി ഒരുപാട് നല്ല വർക്കുകൾ കിട്ടട്ടെ, നല്ല രീതിയിൽ അത് ആളുകൾക്ക് മുന്നിൽ എത്തിക്കാൻ പറ്റട്ടെ. എന്തായാലും നമ്മളോട് സംസാരിച്ചതിൽ താങ്ക് യു. ഓക്കെ, താങ്ക് യു സോ മച്ച്.